റുമാനിയയിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു സ്ത്രീ വർഷങ്ങളായിട്ട് ചവിട്ടുകല്ലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കല്ല്, നല്ല വെട്ടിത്തിളങ്ങുന്ന വർണ്ണ വ്യത്യാസങ്ങളൊക്കെയുള്ള ഒരു കല്ലാണ്. അവർക്കത് പുഴയിൽ നിന്ന് കിട്ടിയതാണ്. 1991 അവർ മരിച്ചു. മരിച്ചതിന് ശേഷം പുതിയ ആളുകൾ ഈ വീട്ടിൽ കയറിയപ്പോൾ ഈ കല്ലിൻ്റെ തിളക്കം ശ്രദ്ധിച്ചു. പിന്നീട് അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളായി. അവസാന അന്വേഷണത്തിനൊടുവിൽ മനസ്സിലാക്കി ഇത്രയും നാൾ ചവിട്ടുകല്ലായിട്ട് ഉപയോഗിച്ചിരുന്നത് റൊമനൈറ്റ് എന്ന പേരിലുള്ള ഒരു രത്നമായിരുന്നു. അംബർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു രത്നം. അംബർ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളുടെ കറയിൽ നിന്നും ഒരുപാട് ലക്ഷം വർഷങ്ങളുടെ താമസത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു തരം രത്നമാണ്. അപ്പോൾ ഇതിന് 3.5 കിലോഗ്രാം തൂക്കമുണ്ടായിരുന്നു. 8.4 കോടി രൂപ വിലമതിക്കും. ഇപ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടാകും. പിന്നെ ശരിക്കും പറഞ്ഞാൽ 38 മുതൽ 70 ദശലക്ഷം വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു കല്ലത്. അമൂല്യരത്നം, വിലമതിക്കാനാവാത്തതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചവിട്ടുകല്ല് പെട്ടെന്ന് പ്രഷ്യസ് സ്റ്റോണാണെന്ന് തിരിച്ചറിയപ്പെടുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അവസരം ഉപയോഗിക്കുക എന്ന ആർട്ട് അത് നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. ഈ ഒരൊറ്റ ആർട്ട് നിങ്ങൾ കൃത്യമായി പഠിച്ചെടുത്താൽ മതി. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പുറത്തുനിന്ന് സാധിക്കില്ല. അപ്പോൾ ഒന്നാമതായിട്ട് അവസരം കണ്ടെത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു അധ്യാപിക ക്ലാസ്സിൽ പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ഡെമോൺസ്ട്രേഷനാണ്. കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ റെഡ് കാറുകൾ എത്ര എണ്ണം കണ്ടു? കുട്ടികൾ അല്പം സ്തബ്ധരായി നിന്നുപോയി. കാരണം അവരങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇഷ്ടം പോലെ ചുവന്ന കാറുകൾ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ എത്ര കാറുകൾ കണ്ടു, ആ കാറുകളുടെ ഡീറ്റെയിൽസ് എന്താണ്, അത് അവർ നോക്കിയിട്ടില്ല. അടുത്ത ദിവസം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ എത്ര റെഡ് കാറുകൾ കാണുന്നുവോ ആ കണ്ട കാറുകളുടെ ഡീറ്റെയിൽസ് കൂടി പറയുക. ഇത്ര തുക വെച്ച് ഞാൻ നിങ്ങൾക്ക് തരാം. കുട്ടികൾക്ക് അമിത ആവേശമാണ്. അടുത്ത ദിവസം അവർ ഓരോ റെഡ് കാറുകളും കൃത്യമായി തിരിച്ചറിഞ്ഞ് അവർ ഡീറ്റെയിൽസുമായിട്ടാണ് ക്ലാസ്സിൽ വരിക. അവർക്ക് പണം കിട്ടുമെന്നറിയാം. ടീച്ചർ പറഞ്ഞു കൊടുത്തു, ഇവിടെ പണമല്ല പ്രധാനം. ഈ റെഡ് കാർ എന്ന് പറയുന്നത് ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതൊരു ഫ്ലീറ്റിംഗ് ആയ കാര്യമാണ്. കടന്നങ്ങ് പോകുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓപ്പർച്യൂണിറ്റിയെ നിങ്ങളല്ലാതെ പിന്നെ ആരാണ് തിരിച്ചറിയുക? ഇന്ത്യൻ പഴമൊഴിയുണ്ട്. അതൊരു സാരോപദേശ കഥയാണ്. ഒരാൾ തീരത്തിരുന്നു കൊണ്ട് മരം വെട്ടുമ്പോൾ അയാളുടെ കോടാലി ആറ്റിലേക്ക് വീണുപോയി. അയാൾ കരഞ്ഞു. അയ്യോ. പെട്ടെന്ന് ഒരു വനദേവത പ്രത്യക്ഷപ്പെടുന്നു. ഫെയറി ടെയിലുകൾ അങ്ങനെയാണല്ലോ. വനദേവത ചോദിക്കുന്നു, ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കാം, ആ ചോദ്യത്തിന് ഉത്തരം നീ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ആ കോടാലി വീണ്ടെടുത്ത് തരാം. ചോദ്യം ഇതാണ്, ഏറ്റവും വിലമതിക്കാനാവാത്ത കാര്യം എന്താണ്? ദ മോസ്റ്റ് പ്രഷ്യസ് തിങ് ഇൻ ദ ലൈഫ്. അയാൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു, ഏറ്റവും വിലമതിക്കാനാവാത്ത കാര്യം അവസരമാണ്. അവസരത്തിന് വിലയിടാൻ പറ്റില്ല. അവസരം തീർത്തും പ്രഷ്യസാണ്. ദേവത സംതൃപ്തയായി അയാൾക്ക് ഒരു സ്വർണ്ണ കോടാലി കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത കാര്യം അവസരമാണ് എന്ന് തിരിച്ചറിയുക. ഈസോപ്പ് കഥയിൽ അവസരം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുക? അവസരത്തിൻ്റെ മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിരിക്കുകയാണ്. അത് മുന്നിലേക്ക് ഓടി വരുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ സീസ് ചെയ്തെടുക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗം മുഴുവൻ ബോൾഡാണ്. അവിടെ കഷണ്ടിയാണ്, മുടികളൊന്നുമില്ല. എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം വന്ന് വാതിൽക്കൽ മുട്ടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരുങ്ങിയിരിക്കണം. ആദ്യം അവസരം തിരിച്ചറിയണം, കണ്ടെത്തണം. 2, അവസരം ഉപയോഗിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ചുറ്റിൽ നോക്കുക, ചൈനക്കാരെ പോലെ അവസരം ബെസ്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിവുള്ള ആളുകൾ വളരെ കുറവാണ്. അവർക്കറിയാം എങ്ങനെയാണ് ഒരു അവസരം ഉപയോഗിക്കുക. അവർ പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പഴമൊഴിയുണ്ട്, ഒരവസരം വന്ന് വാതിൽക്കൽ മുട്ടുന്ന ആ നിമിഷം വാതിൽ തുറക്കാനുള്ള
ആ ഒരു ശ്രദ്ധയാണ് ഏറ്റവും വലിയ കല. ദ ഗ്രേറ്റസ്റ്റ് ആർട്ട് ഈസ് ഓപ്പണിംഗ് ദ ഡോർ അറ്റ് ദ റൈറ്റ് മോമെൻറ്റ് വെൻ ദ ഓപ്പർച്യൂണിറ്റി നോക്സ് അറ്റ് യുവർ ഡോർ. അതായത് അവസരം വന്നിങ്ങനെ വാതിലേക്ക് മുട്ടി നിൽക്കുകയാണ്, അപ്പം തന്നെ വാതിൽ തുറക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ പഠിപ്പിച്ചെടുക്കേണ്ടത്. T.S. എലിയറ്റ് പറയുന്നുണ്ട്, എവ്രി മോമെൻറ്റ് ഈസ് എ ന്യൂ ബിഗിനിങ്. ഓരോ മോമെൻറ്റും ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമാണ്. ആ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ പ്ലേറ്റോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്, ദ ഹാപ്പിയസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഹാവ് ബെസ്റ്റ് ഓഫ് എവറിത്തിങ് ബട്ട് ദേ നോ ഹൗ ടു മേക്ക് ദ ബെസ്റ്റ് ഓഫ് എവറിത്തിങ്. അതാണ് ആർട്ട് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഹാപ്പിയസ്റ്റായിട്ട് ആളുകൾക്ക് എല്ലാ ബെസ്റ്റ് സാധനങ്ങളും കയ്യിലില്ല, പക്ഷേ എല്ലാം ബെസ്റ്റാക്കി മാറ്റാനുള്ള കഴിവ് അവർക്കുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തിൽ അവസരം കിട്ടിയില്ലെന്ന് മാത്രം പറയരുത്. അവസരം കിട്ടിയിരുന്നു, അവസരം വന്ന് വാതിലൊക്കെ മുട്ടിയിരുന്നു. ഒരുപക്ഷെ ചില അവസരങ്ങൾ നിങ്ങളുടെ കാല് പിടിച്ചിരുന്നു, നിങ്ങൾ തൊഴിച്ചു മാറ്റിയതാണ്. അതിനെക്കുറിച്ച് ഇനി വിഷമിക്കേണ്ട. റിഗ്രറ്റ് അതിനേക്കാൾ വലിയ ഒരു ഇരുട്ടാണല്ലോ. അപ്പോൾ കഴിഞ്ഞ അവസരങ്ങളെക്കുറിച്ച്, കൊഴിഞ്ഞ അവസരങ്ങളെക്കുറിച്ച്, നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങളെക്കുറിച്ച് എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴും അവസരം വാതിൽക്ക് വന്ന് മുട്ടുന്നുണ്ട്, തുറന്നു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി. അതുകൊണ്ട് അവസരം കണ്ടെത്താൻ വേണ്ടി കണ്ണ് തുറക്കുക, കിട്ടിയ അവസരം ബെസ്റ്റായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് ഉയർച്ചയുണ്ടാവും, വളർച്ചയുണ്ടാവും. ഇതിനെക്കുറിച്ചാണല്ലോ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾ സ്വപ്നം കൊണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി തടസ്സം എന്ന് കരുതുന്നത് പലപ്പോഴും ഒരവസരമാണ്. വീണ്ടും ഞാൻ ചൈനക്കാരിലേക്ക് പോവുകയാണ്. ചൈനക്കാർ പറയുന്നത്, തടസ്സം എന്ന് കരുതിയ എല്ലാ കാര്യവും നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, തടസ്സമാണെന്ന് കരുതി നീ വഴിമാറിപ്പോയി, അതിൻ്റെ കുഴപ്പമാണ്. ഇനി വഴിമാറിപ്പോകരുത്. കുട്ടികളെ അവർ ഉപദേശിക്കുകയാണ്. ഒരു തടസ്സക്കല്ലെന്ന് നിങ്ങൾ കരുതി വഴിമാറിപ്പോയി, പക്ഷേ ആ തടസ്സക്കല്ല് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റിയുടെ വാതിലായിരുന്നെങ്കിലോ നിങ്ങളത് തിരിച്ചറിയാതിരുന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, തടസ്സമാണെന്ന് കരുതുന്നതിനെ നിങ്ങൾ ബാധ്യതയായി കരുതി മാറ്റി നിർത്താതെ ഒരു സാധ്യതയെ കാണാൻ പഠിച്ചെടുക്കുക. ഇനി എന്തുകൊണ്ടാണ് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതിനെ തടസ്സമായിട്ട് നമ്മൾ കാണുക? മനഃശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, നമുക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. റിസ്ക് എടുക്കാതിരിക്കുക എന്നതിനേക്കാൾ വലിയ റിസ്ക് വേറെ ഇല്ല. എപ്പോഴും നിങ്ങൾ ഓർത്തേക്കണം. അതായത് നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറില്ല, നമുക്ക് പേടിയുണ്ട്. പേടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പേടി പരാജയ ഭീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കില്ല. അതോടൊപ്പം തന്നെ നമുക്ക് വലിയ മടിയുണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് പുറത്തെടുക്കണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് വർക്ക് വരെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. പക്ഷേ നിങ്ങൾ തയ്യാറല്ല, നിങ്ങൾക്ക് മടിയാണ്. നിങ്ങൾ അവസരം വരുന്നതും കാത്തിരിക്കുമ്പോൾ അവസരം നിങ്ങളുടെ കാൽക്കൽ വീണ് എന്നെ ഉപയോഗിക്കൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ മടി മൂലം, പേടി മൂലം നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രോബ്ലത്തിലും ഒരവസരമുണ്ട് എന്ന് നെപ്പോളിയൻ ഹില്ല് പണ്ട് എഴുതിയത് ധ്യാനമാക്കി മാറ്റുക. ഇൻ എവറി പ്രോബ്ലം ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ഏത് ലിമിറ്റഡ്നെസ്സിലും ഒരു അൺലിമിറ്റഡ് സ്കൈ ഒളിച്ചിരിപ്പുണ്ട്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ജീവിതം എത്ര സുഖമാണ്, സുന്ദരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പുതിയ വർഷമൊക്കെ അല്ലേ, നിങ്ങൾക്ക് അവസരമൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയരുത്. അവസരം കണ്ടെത്തിയ അവസരം ഉപയോഗിക്കുക. തടസ്സം എന്ന് കരുതി മാറ്റി നിർത്തിയതിനെ സാധ്യതയാണ് എന്ന് മനസ്സിലാക്കി ഉപയോഗിച്ചു തുടങ്ങുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഹാപ്പിയസ്റ്റ് പീപ്പിളായി മാറും. ഹാപ്പിനെസ്സൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് ദയോടുകൂടി കൊണ്ടുവരുന്ന പിച്ചഭക്ഷണമല്ല, മറിച്ച് നിങ്ങൾ നേടിയെടുക്കുന്ന വിരുന്നാണ്. അത് മനസ്സിലാക്കുക. വിരുന്ന് എന്തുകൊണ്ടാകട്ടെ, എല്ലായിടത്തും ഉണ്ടാകട്ടെ. ജീവിതത്തിലുടനീളം വിരുന്ന് തുടരട്ടെ. നല്ല യാത്ര നേരുന്നു.